പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ അസാധാരണ പുനർനിയമനം. 10 വർഷം മുമ്പ് വിരമിച്ച വ്യക്തിയെ SSK ഡയറക്ടറായി നിയമിച്ചു. കെ മോഹൻകുമാറിന്റെ നിയമനത്തിനെതിരെ കോൺഗ്രസ്, ലീഗ് അധ്യാപക സംഘടനകൾ കടുത്ത അതൃപ്തിയിലാണ്. 2016 കോളേജ് പ്രിൻസിപ്പലായി വിരമിച്ച വ്യക്തിയാണ് കെ മോഹനകുമാർ. അതായത് വിരമിച്ചിട്ട് 10 വർഷം. ഇപ്പോൾ ഇതേ മോഹനകുമാറിനെയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലെ ഉന്നത പദവിയിൽ നിയമിച്ചുകൊണ്ട് ഉത്തരവിറക്കിയിരിക്കുന്നത്. സമഗ്ര ശിക്ഷ കേരളയുടെ ഡയറക്ടറായിട്ടാണ് മോഹനകുമാറിന്റെ നിയമനം. വിരമിച്ച ഘട്ടത്തിൽ 4 വർഷം സ്കോൾ കേരളയുടെ വൈസ് ചെയർമാൻ പദവി മോഹനകുമാർ വഹിച്ചിരുന്നു. 7 വർഷത്തിനു ശേഷം പുനർനിയമന വ്യവസ്ഥയിലാണ് ഇപ്പോൾ SSK ഡയറക്ടറായുള്ള നിയമനം. സർവീസ് ആനുകൂല്യങ്ങൾ പ്രകാരം ഈ പുനർനിയമനം ചട്ടലംഘനമാണ് എന്നതാണ് ഉയരുന്ന ആക്ഷേപം. നിയമനത്തിൽ കോൺഗ്രസ്, ലീഗ് അധ്യാപക സംഘടനകൾക്കും കടുത്ത വിയോജിപ്പാണുള്ളത്. SSK ഡയറക്ടർ സ്ഥാനത്തേക്ക് നിയമിക്കാൻ അർഹരായ മറ്റുള്ളവർ ഉണ്ടായിരുന്നിട്ടും പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ പ്രത്യേക താൽപര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിയമനം എന്നതാണ് ഉയരുന്ന ആക്ഷേപം. കോൺഗ്രസ്, ലീഗ് അധ്യാപക സംഘടനാ നേതാക്കൾ ഔദ്യോഗികമായി മന്ത്രിയെ വിയോജിപ്പ് അറിയിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.